ഈ കൽതായ പാഷണ്ഡതയുടെ അധിനിവേശത്തിൽ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത ആത്മീയമായി എത്ര തകർന്നു എന്നുള്ളതിനുള്ള ഒരു മകുടോദാഹരണമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി നമ്മുടെ മഞ്ഞപ്ര ഫൊറോന പള്ളിയിൽ അരങ്ങേറുന്ന നാടകം. മഞ്ഞപ്ര നമുക്കെല്ലാവർക്കും അറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കിഴക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു മലയോര ഗ്രാമമാണ് മഞ്ഞപ്ര. വളരെ ദൃഢമായ വിശ്വാസമുള്ള ആത്മീയ ചൈതന്യമുള്ളവർ, ഹാർഡ് വർക്കിംഗ് ഫാർമേഴ്സ്, അതാണ് മഞ്ഞപ്ര. ഈ കൽദായർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. അവിടുത്തെ ജനങ്ങൾ കണ്ട് ശീലിച്ചു വളർന്നിരിക്കുന്ന ഒരൊറ്റ കുർബാനയുള്ളൂ, അത് ജനാഭിമുഖ കുർബാന. രണ്ടാം വത്തിക്കാൻ സുനോദോസ് റെക്കമെൻഡ് ചെയ്ത് മാർപ്പാപ്പ അർപ്പിക്കുന്ന അതേ കുർബാന, അത് കണ്ട് ശീലിച്ച് പരിചയപ്പെട്ട് അതിൽ നിന്ന് ആത്മീയ സംതൃപ്തി നേടിക്കൊണ്ടിരുന്ന ഒരു അധ്വാനിക്കുന്ന ജനതയാണ് മഞ്ഞപ്ര ഉള്ളത്. ഞാൻ ആ നാടിനടുത്തുള്ള അയൽനാട്ടിൽ നിന്നുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ മഞ്ഞപ്രയിലെ ജനങ്ങളെ എനിക്കറിയാം. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു കേൾക്കുന്നത്, കഴിഞ്ഞ 17-ാം തീയതി അവിടുത്തെ അസിസ്റ്റൻറ്റ് വികാരി ഫാദർ ജെഫ് പോഴോലിപ്പറമ്പിൽ ഒരറിയിപ്പ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വികാരി ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടൻ മൈക്ക് ഓഫ് ചെയ്തു, അതുപോലെ തന്നെ കടലാസ് പിടിച്ചു വാങ്ങി എന്നാണ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, ഇത് ഞാൻ പറഞ്ഞു കേട്ടതാണ്. ഞാനവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ദൃക്സാക്ഷിയല്ല. അതിന് പകരമായിട്ട് ഈ ഞായറാഴ്ച, അതായത് 24-ാം തീയതി വികാരിയേറ്റൻ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അസിസ്റ്റൻറ്റ് വികാരി ഫാദർ ജെഫ് അതുപോലെ തന്നെ കടലാസ് പിടിച്ചു വാങ്ങുകയോ മൈക്ക് ഓഫ് ചെയ്യുകയോ ചെയ്തു. കടലാസ് പിടിച്ചു വാങ്ങിയോ എന്ന് അത് ഓരോരുത്തരുടെ ഭാഷ്യമാണ്, എനിക്കറിയില്ല. ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫാദർ സെബാസ്റ്റ്യൻ, അതായത് വികാരി, എന്നും എറണാകുളത്തുകാർക്ക് ഒരു വിമതനായിട്ട് അറിയപ്പെടുന്ന ഒരു വൈദികനാണ് അദ്ദേഹം, ഫാദർ സെബാസ്റ്റ്യൻ. അദ്ദേഹം ഒരു ഫൊറോന വികാരിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അംബീഷന്, സ്ഥാനമാനങ്ങൾക്കുള്ള കൊതിക്ക് അതിരില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ആകണമെന്നുണ്ട്. അതിന് വിമതനായി, അതായത് എറണാകുളത്തുകാർക്ക് വിമതനായി ആലഞ്ചേരി പക്ഷത്ത് നിന്നാലേ, കൽദായരുടെ ഭാഗത്ത് നിന്നാലേ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അത്. ചരിത്രം അത് തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് തരിയത്ത് ഞാലിയത്തിനെ നോക്ക്. അദ്ദേഹം ഒന്നുമല്ല, എറണാകുളത്തെ വട്ടപൂജ്യമായിട്ടുള്ളൊരു അച്ഛനാണ് അദ്ദേഹം. ഒരു കഴിവില്ലാത്തൊരു മന്ദബുദ്ധിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ എന്ത് കിട്ടി? അദ്ദേഹം ബസിലിക്കയിലെ സെൻറ്റ് മേരീസ് ബസിലിക്കയിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിതനായി. അതുപോലെ തന്നെ ജോഷി പുതുവ, സൈമൺ പള്ളുപേട്ട, ഇവരൊക്കെ അഴിമതിക്കാരും തട്ടിപ്പുകാരും എല്ലാമാണ്. പക്ഷെ എന്ന് വരികിലും ഈ കൽദായർക്ക് ഓശാന പാടിയത് കൊണ്ട് മാത്രം അവർ ഓരോ സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇതും ഇദ്ദേഹത്തെ കുറച്ചൊന്നുമല്ല പ്രലോഭിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും. കാരണം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓടിപ്പാച്ചിലാണ് ഈ അച്ഛന്മാരെല്ലാവരും നടത്തുന്നത്. അപ്പോൾ ഈ കൽദായത്തും അദ്ദേഹം മഞ്ഞപ്ര പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. പക്ഷേ മഞ്ഞപ്ര ഈ കൽദായ വിത്ത് വളരത്തക്ക ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ഭൂമിയല്ല. മിക്കവാറും ഇടവകകളും അതിന് റെഡിയല്ല, പ്രത്യേകിച്ച് ഹാർഡ് വർക്കിംഗ് പീപ്പിളായിട്ടുള്ള മഞ്ഞപ്രയിലെ ജനങ്ങൾ. പക്ഷേ അവിടെ അദ്ദേഹം ഇത് അടിച്ചേൽപ്പിക്കാനായിട്ട് പല രീതിയിലും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ ഇതിനെ ചേർത്തുന്നു. ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ, ഈ കൽദായ പ്രസ്ഥാനം നീക്കങ്ങൾ എത്രമാത്രം ആത്മീയ ച്യുതി, നാശം നമ്മുടെ സമൂഹത്തിൽ വരുത്തിയിട്ടുണ്ട്. സമാധാനപരമായി കഴിഞ്ഞ മഞ്ഞപ്രപ്പള്ളി, സമാധാനപരമായിട്ട് ജീവിക്കുന്ന ജനങ്ങളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളത്. ഇന്ന് വരെ, ഈ കഴിഞ്ഞതിന് മുമ്പിലത്തെ കൊല്ലം വരെ എല്ലാ യൂണിറ്റിയോടും സ്നേഹത്തോടും പരസ്പരം കഴിഞ്ഞിരുന്ന ജനങ്ങളാണ്. ഇന്ന് ബന്ധുക്കൾ തമ്മിൽ പ്രശ്നം, അയൽക്കാർ തമ്മിൽ പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം, എല്ലായിടത്തും പ്രശ്നം. എല്ലായിടത്തും സഭ രണ്ട് ചേരിയായി. ഈ ചേരിയായി മാറ്റി ഐക്യമുള്ളിടത്ത് അനൈക്യം വിതച്ചു നമ്മുടെ ഈ കൽദായർ. അതിന് ഉത്തരവാദി മാർ ആലഞ്ചേരിയാണ്. അതിനുത്തരവാദി തൃശ്ശൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട മാർ താഴത്തും ഈ മാർ തട്ടിലും മാർ പുത്തൂരുമാണ്. ഈ എറണാകുളത്ത് സംഭവിച്ചിരിക്കുന്ന ആത്മീയ ദുഷിപ്പിന്, ആത്മീയ തകർച്ച എന്ന് തന്നെ പറയാം, ആത്മീയ തകർച്ചയ്ക്ക്, ഇന്നിവിടെ സംജാതമായിരിക്കുന്ന ഈ തകർച്ചയ്ക്ക് മുഖ്യ കാരണം ഇവരാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വന്തമായിട്ടൊരു മെത്രാനെ കിട്ടണം. ഈ വരുത്തന്മാർ ഇവിടെ നിന്ന് നാട് കടത്തണം. നമ്മുടെ സഭ, നമ്മുടെ അതിരൂപത ഇനിയും തകരണ്ട എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ തൃശ്ശൂർക്കാരെ കെട്ടുകെട്ടിക്കുക. നമുക്ക് സ്വന്തമായിട്ടൊരു ബിഷപ്പിനെ നമുക്ക് വാഴിച്ചു കിട്ടുവാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുക. ഇതല്ലെങ്കിൽ നമ്മുടെ അതിരൂപതയെ ഇവർ നശിപ്പിച്ച് കയ്യിൽ തരുമെന്നുള്ളതിന് യാതൊരു കുഴപ്പമില്ല. കാരണം ഈ ബിഷപ്പുമാർ, ഈ വരത്തന്മാർ, അവർ നമ്മളെപ്പറ്റി കെയർ ചെയ്യുന്നില്ല. നമ്മുടെ അതിരൂപതയെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ അതിരൂപത അവർക്ക് പുല്ലാണ്. അവരുടെ നോട്ടം നമ്മളുടെ സ്വത്തിലും നമ്മുടെ പണത്തിലും നമ്മുടെ ധനത്തിലുമാണ്. ഈ സത്യം
ഈ സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കുക. താങ്ക് യു വെരി മച്ച്.